പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 2-ാം തീയതി തിങ്കളാഴ്ച. കർത്താവെ, പുതിയൊരു പ്രഭാതം നൽകി അനുഗ്രഹിക്കുന്ന അവിടുത്തെ വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന ഈ ദിവസം അങ്ങ് ഏറ്റവും നന്നായി മഹത്വപ്പെടുത്തി ഏറ്റവും എളിമയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. പോകുന്നിടത്തെല്ലാം ഇന്ന് അവിടുത്തെ സംരക്ഷണം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 7-ാം വചനം ധ്യാനിക്കാം. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ഈശോ സമറിയാക്കാരി സ്ത്രീയെ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. ഉച്ചനേരം. സാധാരണക്കാരും ആ സമയത്ത് വെള്ളം കോരാൻ വരില്ല. വെള്ളം കോരാൻ അവിടെ വരുന്നവരും അല്ലാതെ ആ സമയത്ത് അവിടെ വരുന്നവരും ഒരേ ലക്ഷ്യക്കാരായിരിക്കും. പാപികളെ രക്ഷിക്കുവാൻ ഈശോ പാപിയെപ്പോലെയായി എന്ന് ധ്യാനിക്കാം. ഒരിക്കലും പാപം ചെയ്യാത്തവനാണ് പാപിയെപ്പോലെ ആകേണ്ടി വന്നത്. അവളെ രക്ഷിക്കാൻ അതുമാത്രമേ അപ്പോൾ വഴിയുണ്ടായിരുന്നുള്ളൂ. നമ്മെ രക്ഷിക്കാൻ നാം ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയായി ഈശോ ഇറങ്ങി വരുന്നു. നമുക്ക് മാനസാന്തരത്തിൻ്റെ അരൂപി തരുന്നു. അന്ന് കിണറ്റിൻകരയിൽ കാത്തിരുന്നതുപോലെ ഇന്ന് ബലിപീഠത്തിനരികിൽ നമ്മുടെ ആത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഈശോ കാത്തിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സമരിയാക്കാരി സ്ത്രീ അങ്ങയെ തിരിച്ചറിഞ്ഞതുപോലെ, അങ്ങയെ നോക്കിക്കൊണ്ട് അവൾ സ്വയം തിരുത്തിയതുപോലെ ഞങ്ങൾക്കും വിശുദ്ധ കുർബാനയിലെ അങ്ങയെ തിരിച്ചറിയാൻ, അനുതാപത്തിൻ്റെ ജീവിതം നയിക്കുവാൻ കൃപ തരണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.